ഹായ് ഗൈസ്. സോ നിങ്ങളുടെ ഫിബനാച്ചി ടൂൾ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കോഴ്സാണ്. ഈ ഒരു വീഡിയോ കോഴ്സിനകത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഫിബനാച്ചി ടൂൾ എന്താണെന്നും ഇത് എന്തുകൊണ്ടാണ് വർക്ക് ആവുന്നതെന്നും അതുപോലെ തന്നെ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഫിബനാച്ചി ടൂൾ യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി, ഐ മീൻ ABC ഫിബ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിബ് സ്ട്രാറ്റജി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ സ്ട്രാറ്റജി വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല ആക്ച്വലി. ബട്ട് സ്റ്റിൽ അത് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു 5 to 6 മിനിറ്റ് സ്കിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം. ഫിബനാച്ചി എന്ന് പറഞ്ഞത് ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ലിനാർഡോ പിസാനോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൂളാണ്. ഫിബനാച്ചി സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ സീക്വൻസിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് ഈ ഒരു ടൂൾ വർക്ക് ആവുന്നത്. ആക്ച്വലി മാർക്കറ്റിന് വെളിയിൽ പോകുമ്പോഴും നമ്മളുടെ ഹ്യൂമൻ ബോഡി, പിന്നെ സ്പൈറൽ ഗാലക്സി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഫിബനാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ സീക്വൻസ് വർക്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു ഫിബനാച്ചി ടൂൾ ഒരുപാട് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ടൂളാണ് ഫിബനാച്ചി. എന്താണ് ഫിബനാച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ടു ഐഡൻറ്റിഫൈ സർട്ടൻ പോയിന്റ്സ് ഇൻ ദ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. സോ മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ട്രേഡിംഗ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിൽ പറഞ്ഞപ്പോൾ, ആ മാത്തമാറ്റിക്സ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നമ്മുടെ ആക്ച്വൽ മാർക്കറ്റിലൊരു ബേസിസ് ഇല്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ദെൻ അതേ സെയിം കാര്യം തന്നെ ഇവിടെ പറയാനുള്ളത്. ഫിബനാച്ചി ടൂൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ ലൈവ് മാർക്കറ്റോട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൂളാണ്. ഈ ഫിബനാച്ചി സീക്വൻസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു കാര്യമില്ല നമ്മളെ ആക്ച്വൽ മാർക്കറ്റിൽ. ബട്ട് സ്റ്റിൽ പറയുന്നത് വിശദമായിട്ട് കേൾക്കുക. ഓക്കെ, എങ്ങനെയാണ് ഫിബനാച്ചി ടൂൾ വർക്ക് ആവുന്നത് എന്ന് ചോദിച്ചാൽ സിംപ്ലി കുറച്ച് മാത്തമാറ്റിക്കൽ നമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1 + 1 2, അതൊരു ഫിബനാച്ചി നമ്പറാണ്. അങ്ങനെ കുറച്ച് സീക്വൻസ് ഉണ്ട്. ഈ ഒരു സീക്വൻസിനെ ബേസ് ചെയ്തുകൊണ്ട് റിട്രേസ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ എന്ന രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുണ്ട് ഫിബനാച്ചി ടൂളിനെ. റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിട്രേസ് ആകുമെന്നും, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അഥവാ റിട്രേസ് ആയിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു പോയിന്റ് വരെ പോകുകയുള്ളെന്നും ആണ് ഈ ടൂളിൻ്റെ ഒരു ബേസിസ്. ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഫിബനാച്ചി ടൂളിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ട്രേഡ്സ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഫിബനാച്ചി ടൂൾ വർക്കാവുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. അതിന് എന്തുകൊണ്ട് ഇത് വർക്കാവുമെന്ന് പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇത്രയും ആളുകൾ ഇത് ചെയ്യണമെങ്കിൽ അത് വർക്കാവാതെ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഫിബനാച്ചി ടൂൾ വർക്കാവുന്നത് എന്ന് ചോദിച്ചാൽ സിംപ്ലി അത് വർക്കാവുമെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട് മാത്രമാണ്. ബിക്കോസ് ഫിബനാച്ചി ടൂൾ മാർക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോയുടെ പ്രൈസ് ഒരുപാട് നേരം മുകളിലോട്ട് പോകുകയാണെങ്കിൽ നാച്ചുറലി സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ലോ അനുസരിച്ച് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ലോസ് നിങ്ങൾക്ക് SMC എടുത്തവർക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് പാർഡൻ മീ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണതേ ഉള്ളൂ. നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പഠിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ആ ഒരു ലോയിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കോയിൻ്റെ പ്രൈസ് ഒരുപാട് മുകളിലോട്ട് പോകുമ്പോൾ നാച്ചുറലി എന്താണ് സെല്ലേഴ്സ് അവിടെ ഓവർടേക്ക് ചെയ്യുന്നു. ഈ ഒരു നാച്ചുറൽ ലോ ആക്ച്വലി ഫിബനാച്ചി ടൂൾ ഫിബനാച്ചി ടൂൾ നാച്ചുറൽ ലോ ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ബിക്കോസ് ഫിബനാച്ചി ടൂളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് 1.618 അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ വരെ പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പ്രൈസ് ഒരുപാട് ഓവർബോട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നാച്ചുറലി അവിടെ നിന്ന് സെല്ലേഴ്സ് എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് സൈക്കോളജി ആയിട്ടുള്ള കാര്യമാണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ബട്ട് അവിടെ ഈ ഫിബനാച്ചി ടൂളും വർക്കാവും. ബിക്കോസ് ഫിബനാച്ചി ടൂളിൻ്റെ ആ ഒരു എക്സ്റ്റൻഷനും അത്രയും വലുതാണ്. അതുകൊണ്ട് അത്രയും മാർക്കറ്റ് സഞ്ചരിച്ച് കഴിഞ്ഞാൽ തിരിച്ചവിടെ റിട്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും. സോ ഫിബനാച്ചി ടൂൾ വർക്ക് ചെയ്യുന്നത് ഒരുപാട് ട്രേഡേഴ്സ് അത് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനിപ്പുലേഷൻസ് വരുന്നുണ്ട്. ഒരുപാട് ഓർഡേഴ്സ് മീൻസ് ഒരുപാട് ലിക്വിഡിറ്റി വരുന്നുണ്ട്. ദെൻ ഓബ്വിയസ്ലി അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഫിബനാച്ചി ടൂൾ വർക്ക് ആവുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡും സൈക്കോളജിയും ബേസ് ചെയ്തിട്ടുണ്ട്. ഫിബനാച്ചി ടൂളിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ലൈക്ക് ഓബ്വിയസ്ലി അത് അവിടെ സംഭവിക്കും. ദെൻ ഫിബനാച്ചി ടൂൾ അവിടെ എക്സ്റ്റൻഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും വന്നിട്ട് ഫിബനാച്ചി ടൂളാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിബനാച്ചി ടൂൾ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി അവോയ്ഡ് ദം. ഓക്കെ, ബിക്കോസ് ഫിബനാച്ചി ടൂൾ മാർക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിലുള്ള ഒരു വാല്യൂസിനും ആക്ച്വൽ മാർക്കറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്കിനി പ്ലെയിനായിട്ട് ചാർട്ടിലേക്ക് കടക്കാം. നിങ്ങൾ ഫിബനാച്ചി സെറ്റിങ്സ്, അതുപോലെ ഫിബനാച്ചി ടൂൾ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഫിബനാച്ചിയുടെ ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തേക്ക് ഞാൻ അപ്ലൈ ഡിഫോൾട്ട് റാങ്ക് ടെംപ്ലേറ്റ് ആക്കാം. ഫിബനാച്ചി ടൂളിൻ്റെ 1 to 0 to 1 ലെവല്
ഇതിൻ്റെ അകത്തുള്ള റേഞ്ചിനാണ് നമ്മൾ റിട്രേസ്മെൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത്. 1ന് മുകളിലോട്ടുള്ള ലെവൽസിനെയല്ല നമ്മൾ എക്സ്റ്റൻഷൻസ് ആണ് പറയുന്നത്. ഇതിൻ്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ എങ്ങനെ പോട്ടെ മാർക്കറ്റ് റിട്രേസ് ആകുമ്പോൾ ഇതിനകത്തുള്ള വാല്യൂസിൽ റിട്രേസ് ആകുമെന്നും എക്സ്പാൻഡ് ആകുമ്പോൾ മോർ ദാൻ 1% മിനിമം എക്സ്പാൻഡ് ആകുമെന്നും ഈ ഒരു റൂൾ വെച്ചിട്ട് പറയുന്നു. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഓക്കെ, സോ ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. പലർക്കും പലതരത്തിലുള്ള ഫൈൻഡിങ്സ് ആണ് ഫിബൊനാച്ചി വെച്ചിട്ട്. എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഇത്ര മാത്രമാണ് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ വൈസ് വേഴ്സ ഞാനിപ്പോൾ ഫിബൊനാച്ചി ടൂളിനെ തലകീഴായി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ടിങ്ങിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു മാർക്കറ്റ് താഴേക്ക് പോകുന്നു, തിരിച്ച് ഇവിടുന്ന് റിട്രേസ് ആകും. ഈ ഒരു 1 to 0 വാല്യൂസിൽ നിന്ന് റിട്രേസ് ആകുമെന്നും അതുപോലെ തിരിച്ച് അവിടെ നിന്ന് എക്സ്പാൻഡ് ആകുന്നത് ഈ ഒരു റേഞ്ചസിൽ ഏതെങ്കിലും ഒരിടത്ത് എക്സ്പാൻഡ് ആകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതാണ് ഫിബൊനാച്ചി ടൂളിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിസ്. സോ 0 to 1 വാല്യൂസിൻ്റെ അകത്തുള്ള വാല്യൂസിനകത്ത് റിട്രേസ് ആകുമെന്നും അല്ലെങ്കിൽ റിജക്റ്റ് ആകുമെന്നും 1ന് മുകളിലോട്ടുള്ള വാല്യൂസ് വരെ അത് സഞ്ചരിക്കുമെന്നാണ് നമ്മുടെ കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ്. ഫിബൊനാച്ചി ടൂൾ ഡ്രാ ചെയ്യുന്ന വേറെ ഒന്നുമില്ല, ട്രേഡ് വിത്ത് എ ട്രെൻഡ്. അതാണ് ഫിബൊനാച്ചിയുടെ ഒരു മെയിൻ റൂള്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു മൂവ് കിട്ടി, റിട്രേസ്മെൻറ്റ്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇനി ഈ ഒരു സ്ഥലവും ഈ ഒരു ഏരിയ ആയിട്ട് നമ്മൾ ഫിബൊനാച്ചി ടൂൾ ഡ്രാ ചെയ്യും. സോറി ഫോർ ദാറ്റ്, ഞാൻ പ്ലോട്ട് ചെയ്തതായിട്ടിപ്പോയി. ഡ്രാ ചെയ്യും. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഉള്ള ഒരു ഏരിയയിൽ അത് റിട്രേസ് ആകുമെന്ന് പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ട്രേഡ് ചെയ്യും. ഫിബൊനാച്ചി ടൂള് നമ്മൾ ആക്ച്വലി ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ രീതിയിൽ ട്രേഡ് ചെയ്യുന്നതുമില്ല. എനിവേസ് ഞാൻ ഫിബൊനാച്ചി ടൂളിൻ്റെ ഈ ഒരു സെറ്റിങ്സ് ഒക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫിബൊനാച്ചി ടൂളിൽ പോവുക, സെറ്റിങ്സിൽ പോവുക, 0 അവിടെ ഇട്ടേക്കുക, 236 0.236 മാറ്റുക, 0.786 മാറ്റുക, 3.618 മാറ്റുക, 4.236 മാറ്റുക, 2.618 മാറ്റുക. ഇത്ര സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നു. എനിക്ക് 1 കളറാണ് ഇഷ്ടം. പിന്നെ ഫിബൊനാച്ചിയിൽ ഞാൻ ഈ പറയുന്ന 3 പോയിന്റ് ഒന്ന് റെഡ് കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വേറെ കളറാക്കി ഇടുക. വൈറ്റ് തീം ആണെങ്കിൽ ഡാർക്ക് കളേഴ്സും, ഡാർക്ക് തീം ആണെങ്കിൽ വൈറ്റ് കളേഴ്സും ഒക്കെ ആഡ് ചെയ്തിടുക. ഞാൻ ഈ ഒരു എക്സാമ്പിളിന് ഒരു തരം ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, 0.38 to 0.5 0.618, ബാക്കിയെല്ലാം അതുപോലെ കിടന്നാൽ മതി. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം ഒരു ഗോൾഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്? ആക്ച്വലി ഫിബൊനാച്ചി ടൂളിൻ്റെ ഗോൾഡൻ പോക്കറ്റ് ലെവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 പോയിൻറ്റ്സ് ആണ് ഈ 3 ലെവൽസ്. 0.318, അതുപോലെ 0.5, 0.618 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫിബൊനാച്ചി നമ്പേഴ്സാണ് റിട്രേസ്മെൻറ്റിലെ ഏറ്റവും ഗോൾഡൻ ലെവൽ എന്ന് പറയുന്നത്. ഇത് പറയാൻ വേറെ കാരണമൊന്നുമില്ല, ഞാൻ വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു അസറ്റ് മുകളിലോട്ട് പോകുന്നു, അസറ്റിൻ്റെ ഈ ഒരു മൂവ് അനുസരിച്ചിട്ട് ഒരു 10% മൂവ് തന്നു. നമുക്ക് തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് വരുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും ബയേഴ്സ് മേടിച്ചു, ഇനി തിരിച്ച് സെല്ലേഴ്സിന് മേടിക്കണമെങ്കിൽ അവർ ഇവിടെ നിന്ന് മേടിക്കുമോ? ഇല്ല. സെല്ലേഴ്സ് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആവുന്നത് ഡിസ്കൗണ്ടഡ് പ്രൈസസിലാണ്. സോ അവർ മാക്സിമം ഡിസ്കൗണ്ട് നോക്കി പോകും. ആ മാക്സിമം ഡിസ്കൗണ്ട് സോൺസ് ആണ് നമ്മുടെ ഈ പറയുന്ന ഫിബൊനാച്ചി നമ്പേഴ്സ്. സോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിബൊനാച്ചി നമ്പേഴ്സ് വർക്കാവുന്നത് ആ നമ്പർ അവിടെ ഉള്ളതുകൊണ്ടൊന്നുമല്ല. ആക്ച്വലി ഇതാണ് റീസൺ. സെല്ലേഴ്സിന് എൻട്രി ചെയ്യണമെങ്കിൽ അവർ ലോ പോയിന്റിൽ എൻട്രി ചെയ്യും. ആ ലോ പോയിന്റിൽ ആക്ച്വലി ഫിബൊനാച്ചി നമ്പേഴ്സ് ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളൊരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോണൊക്കെ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയ്ക്ക് അടുത്ത് തന്നെ ഈ ഫിബൊനാച്ചി നമ്പേഴ്സും കാണും. അത് ഓബ്വിയസ് ആണ്. സോ ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ ജസ്റ്റ് മാർക്കൗട്ട് ചെയ്യുക. ദെൻ ഇത് നമ്മൾ ടാർഗറ്റായിട്ട് ആക്ട് ചെയ്യും. പറഞ്ഞുതരാം. ഈ ഒരു സ്ട്രാറ്റജി, ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രാറ്റജി ആയിട്ടല്ല, ഞാൻ ഈ ഒരു ഇതിൻ്റെ ബേസിസാണ് പറയുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. ഞാനിപ്പോൾ ഒരു ട്രെൻഡ് എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഇവിടെ അങ്ങനെ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിഞ്ഞുപോയി. ഇവിടം വരെ ഞാൻ ഫിബൊനാച്ചി പ്ലോട്ട് ചെയ്യുവാണ്. ദെൻ ഞാൻ ഇതിൻ്റെ ഗോൾഡൻ പോക്കറ്റ് ലെവൽസിൽ എൻട്രി എടുക്കുവാണ്. ടാർഗറ്റായിട്ട് നമ്മുടെ 618 ലെവൽ വയ്ക്കുവാണ്. ആക്ച്വലി ആ ഒരു തൊട്ടടുത്ത് വരെ വന്നതാണ്, ഇവിടം വരെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് റിട്രേസ് ആവുന്നുണ്ട്. ദെൻ ഇനി ഇവിടെ നിന്ന് ഞാനൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. അവിടെ ഞാൻ എൻ്റെ ഫിബൊനാച്ചി നമ്പർ ഇവിടെ നിന്ന് ഇവിടം വരെ പ്ലോട്ട് ചെയ്യുകയാണ്. ഫിബൊനാച്ചി ടൂള് ഒരു ഷോർട്ട് പൊസിഷൻ എൻട്രി ചെയ്യുവാണ്.
ടാർഗറ്റ് ഇവിടെ തൊട്ട് താഴെ കൊടുക്കുക. ദെൻ അത് നമ്മുടെ TP ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഫിബനാച്ചി നമ്പേഴ്സ് വെച്ച് ട്രേഡ് ആക്ച്വലി ഈ റിസൾട്ടൊന്നും ടിപ്പിക്കലല്ല, റിസൾട്ട് ടിപ്പിക്കലാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് കിട്ടണമെന്നൊന്നുമില്ല. ഞാൻ ഈ ഫിബനാച്ചി നമ്പേഴ്സ് പറഞ്ഞു പോകുമ്പോൾ സ്ട്രാറ്റജിയോട് പറയണമല്ലോ, ഇതാണ് ആക്ച്വലി അതിൻ്റെ സ്ട്രാറ്റജി. ബട്ട് ഇതിങ്ങനെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്നത് ഇല്ലേ പൊട്ടക്കണ്ണ മാവി അറിഞ്ഞെന്ന് പറയത്തില്ല, അതുപോലത്തെ ഒരു സ്ട്രാറ്റജിയാണിത്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇത് മാർക്കറ്റോടൊരു ബന്ധമില്ല. മേ ബി ഇത് വർക്കാവും, മേ ബി വർക്കാവത്തില്ല. ബട്ട് സ്റ്റിൽ ഇത് മാർക്കറ്റോട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഇതും മാർക്കറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ, സോ എനിവേസ് ഈ ഒരു ടൂള് നിങ്ങൾ ഇതിങ്ങനെ പ്ലോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഒരു മാർക്കപ്പ്. ഇത് നിങ്ങൾ വെക്കുക, കാരണം ഇതിനൊരു റീസൺ ഉണ്ട്. പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫിബനാച്ചി ടൂൾ, അല്ലെങ്കിൽ ഇത് വെച്ച് ട്രേഡ് ചെയ്യാനല്ല. സോ ഈ പറയുന്ന 3 ലെവൽസാണ് മെയിൻലി റിട്രേസ്മെൻറ്റ് ലെവൽസ്. അതുപോലെ ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള എക്സ്പാൻഷൻ ലെവൽസ്. ഓക്കെ, ഞാൻ നേരത്തെ എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, ആക്ച്വലി എക്സ്പാൻഷൻ ലെവൽസ് ആണ്. സോ ഇത് നമ്മുടെ റിട്രേസ്മെൻറ്റ് ലെവൽസ്, ഇത് എക്സ്പാൻഷൻ ലെവൽസ്. മാർക്കറ്റ് ഇവിടെ നിന്ന് റിട്രേസ് ആവുമെന്ന് പറയുന്നു, ഇവിടം വരെ എങ്കിലും എക്സ്പാൻഡ് ആവുമെന്ന് പറയുന്നു. ഇത്രയാണ് നമ്മുടെ ബേസിക് റൂള്. എങ്ങനെയാണ് നമുക്ക് ഒരു ടൂൾ ആക്ച്വലി ഒരു യൂസ്ഫുൾ ആകുന്നത് അല്ലേ? നമുക്ക് SMCയിൽ പല രീതിയിൽ ഈ ടൂൾ യൂസ് ചെയ്യാം. ഏറ്റവും മെയിനായിട്ടുള്ളൊരു യൂസാണ് ടു ഐഡൻറ്റിഫൈ റേഞ്ചസ്. രണ്ടാമതുള്ള യൂസാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ്. പിന്നെ മൂന്നാമത് നമ്മുടെ ഓവറോൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ന്യൂബ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ബട്ട് സ്റ്റിൽ SMCയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റേഞ്ച് വരയ്ക്കുന്നതിന് നിങ്ങൾക്കൊരു ടെംപ്ലേറ്റ് ആവശ്യമുണ്ട്. ആ ടെംപ്ലേറ്റാണ് റേഞ്ച് ടെംപ്ലേറ്റ്. റേഞ്ച് ടെംപ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫിബനാച്ചി പ്ലോട്ട് ചെയ്യുക. ഞാൻ ഫോർ എക്സാമ്പിൾ ഇതൊന്ന് സേവ് ചെയ്യുവാണ്. സേവ് ചെയ്യണം. ഓക്കെ, സെറ്റിങ്സിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്, ഇങ്ങനെ ആയിരിക്കും ഒരു സെറ്റിങ്സ്. ഞാനീ പറയുന്ന ലെവൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിടുക. 0, 1, 0.5 ഒഴിച്ച് ബാക്കി എല്ലാ ലെവൽസും ഇവിടെ നിന്ന് ഹൈഡ് ചെയ്തിടുക. ട്രെൻഡ് ലൈൻ മാറ്റുക. സോറി ഗൈസ്, ചെറിയൊരു ഇൻട്രപ്ഷൻ വന്നതാണ്. എനിവേസ് ഞാൻ ഫിബനാച്ചിയുടെ ഈ ഒരു സെറ്റിങ്സാണ് പറഞ്ഞത്. 1 അതുപോലെ 0.5, 0 ഈ 3 ഇത് മാറ്റി എടുത്തിട്ട് ട്രെൻഡ് ലൈൻ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുക. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കുക. പ്രൈസും ലെവൽസും മാറ്റിയിടുക. അതിനുശേഷം സേവ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നെയിം സേവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റേഞ്ച് എന്നാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, ഇത് ചെയ്യുന്നത് നമ്മൾ മെയിൻലി ഒരേ ഒരു റീസണിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കിട്ടുന്നൊരു സോണിനെ നമ്മൾ 50% എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് 50% എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ 50% താഴെ വരുന്നതിനെ ഡിസ്കൗണ്ട് എന്നും 50% മുകളിൽ വരുന്നതിനെ പ്രീമിയം എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എപ്പോഴും സെല്ല് ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ സെല്ല് ചെയ്യണമെന്നും ബൈ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യണം എന്നുള്ള റൂളും അതിൽ അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിബനാച്ചി ടൂളിൻ്റെ ഈ ഒരു ഇതെടുക്കുന്നത്. പിന്നെ രണ്ടാമത് ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു യൂസാണ് നമ്മുടെ റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ റേഞ്ചിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഹൈ ഓർ ലോ നമ്മുടെ മാർക്കറ്റ് സെക്ടറിൻ്റെ ഇതിനകത്ത് ഈ ഒരു ഇത് ഹൈ ആൻഡ് ലോ ആണ് റേഞ്ച്. അതുപോലെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ റേഞ്ച്, അല്ലെങ്കിൽ ഇത് റേഞ്ചായിട്ട് എടുക്കാം. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് നമുക്ക് നോക്കാം. അതുപോലെ ബ്രേക്ക് ഡൗണൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അതുപോലെ റേഞ്ചിൻ്റെ താഴെ നിന്ന് അക്യുമുലേഷൻ ചെയ്യുന്നെങ്കിൽ നമുക്കതിനെ ബ്രേക്ക് ഔട്ട് ആവുമെന്നൊക്കെ പറയാം. കാരണം ഡിസ്കൗണ്ടിലാണല്ലോ അക്യുമുലേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് പ്രീമിയത്തിൽ അക്യുമുലേഷൻ നടക്കുന്നെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ കാണും. എനിവേസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിബനാച്ചി ടൂളിൻ്റെ ഈ ഒരു സെറ്റിങ്സിൽ നമ്മൾ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നൊരു മെയിൻ സെറ്റിങ്സ് ആണ് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന സെറ്റിങ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക. 0.618 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിനെ ഓണാക്കിയിടുക. അതുപോലെ തന്നെ വേറൊരു ഒന്നും കൂടി ഓണാക്കിയിടുക. അതിൽ 1.5 എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് കൂടി ഓണാക്കിയിടുക. ഇനി നമ്മളൊരു റേഞ്ച് നമ്മളൊരു സോൺ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സപ്ലൈ സോൺ എടുക്കുകയാണെങ്കിൽ സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സൈഡാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനറൊക്കെ ആയിരിക്കുമ്പോൾ ഇത് മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു റേഞ്ചിൽ നമ്മളിപ്പോൾ എൻട്രി എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെന്ന് വിചാരിച്ചു. നോർമലി ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, ടാർഗറ്റ് ആ ലോയുടെ അവിടെയൊക്കെ. ഇത് മറിച്ചിട്ട് നമ്മൾ ഫിബനാച്ചി ടൂൾ എടുത്തിട്ട് നേരത്തെ ഏതാ സെറ്റിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് സേവ് ചെയ്തിടുക. അത് എൻട്രി എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിടുക. എന്നിട്ട് ഈ ഒരു ഫിബനാച്ചി പ്ലോട്ട് ചെയ്യും ആ ഒരു സോണിൽ ഫുള്ള്. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ വയ്ക്കും. കമ്പാരിറ്റീവ്ലി ലോ RR കിട്ടുന്നെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ലോ ആയിരിക്കും. അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. 1.5 ഓർ 1.618 രണ്ട് റേഞ്ചും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പേഴ്സണലി 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലാണ് എടുക്കുന്നത്.
അപ്പോൾ ഇത് മൂന്നുമായിരുന്നു നമുക്കുള്ള ടെംപ്ലേറ്റ്സ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സ് ആണ് ഈ റേഞ്ചും അതുപോലെ തന്നെ ഈ സ്റ്റോപ്പ് ലോസ് ടെംപ്ലേറ്റും. ABC ഫിബ് സ്ട്രാറ്റജിയിൽ വരുന്ന ടെംപ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ആഡ് ഓൺ ആയിട്ട്. സോ ഫിബനാച്ചി ടൂളിനെ പറ്റി പറയാൻ ഇത്രയേ ഉള്ളായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, ഫിബനാച്ചി ടൂൾ എന്ന് പറയുന്നത് മാർക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ടൂളാണ്. അതുകൊണ്ട് തന്നെ ഫിബനാച്ചി ടൂളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ട്രേഡിങ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഫിബനാച്ചി ടൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു നേരത്തെ എടുത്ത ടെംപ്ലേറ്റ്, എൻട്രി ടെംപ്ലേറ്റ് ഇതായിരുന്നു എൻട്രി വെരി ബെറ്റ് GD എന്ന് പറഞ്ഞിട്ട് ടെംപ്ലേറ്റ്. സോ ഇത് ഞാൻ കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു സേക്കിന് വേണ്ടിയിട്ട് 1 hour ടൈം ഫ്രെയിമിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. കുറച്ച് റീപ്ലേയിലോട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം വിൻ റേറ്റ് കിട്ടുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ചുകൂടി സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഒരു സ്ട്രാറ്റജി വരുന്നത് ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കുമ്പോഴും മാർക്കറ്റിൽ നമ്മൾ റിട്രേസ്മെൻറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ദെൻ ഇത് അഥവാ ഒരുപാട് നേരം വർക്ക് ആവുന്നെങ്കിൽ, നല്ല വിൻ റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വേറെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ആക്ച്വലി. മനസ്സിലായില്ല, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടണമെന്നില്ല. നെക്സ്റ്റ് നമുക്ക് അടുത്ത നമ്മളെ പോയിന്റിലേക്ക് കിടക്കാം. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ വരെ റിട്രേസ്മെൻറ്റ് എൻട്രി എടുക്കുവാണ്. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെക്കുവാണ്. ടാർഗറ്റായിട്ട് ഇതിൻ്റെ താഴെ വെക്കുവാണ്. അത് 1:377 ഒരു ട്രേഡാണ്. എൻട്രി ഹിറ്റായിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും ഹിറ്റായിട്ടുണ്ട്, ദെൻ ഉടനെ തന്നെ TP ഹിറ്റായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഞാനതൊന്ന് വെയിറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടി നമുക്ക്. നേരത്തെ ഈ ഒരു ഇത് ഫിബനാച്ചി ക്ലോസ് ചെയ്ത് കളയുവാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവൽ വരെ, തിരിഞ്ഞുപോയി. ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഈ ഒരു ലെവൽ വരെ എടുക്കുവാണ്, ഹൈസ് ആൻഡ് ലോസ്. ദെൻ ഇവിടെ റിട്രേസ്മെൻറ്റ് വെക്കുവാണ് ഈ ഒരു ഏരിയയിൽ. ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ഹൈ കൊടുക്കാം, അതായത് 4.2 അപ്പോൾ അത് നമുക്ക് TP ഹിറ്റായിട്ടുണ്ട്. കറക്റ്റ് എൻട്രി ആയിരുന്നു. ആ ഒരു 0.618 ലെവലിൽ നിന്ന് റിട്രേസ് ആയി 1.618 ലെവലിൽ വന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു ഏരിയ ഒന്നും കൂടി കൺസിഡർ ചെയ്യുവാണ് എൻട്രിക്ക് വേണ്ടിയിട്ട്. ആ ഒരു ഹൈ ടു ഈ ഒരു ലോ വരെ എടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു എവിടെ എൻട്രി, അത് കഴിഞ്ഞ് ടാർഗറ്റ് ഈ ഒരു 1.618 ലെവൽ 4.2 എൻട്രി ഹിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഇത് അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഞാൻ ആ ഒരു ലെവലല്ല, ഇനി ഈ ഒരു ലെവലായിരിക്കും എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസിൻ്റെ താഴെ വെക്കുവാണ്, ടാർഗറ്റ് ഇതിൻ്റെ മേഖല വെക്കുവാണ്. സംടൈംസ് ചില ആളുകൾ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും, ബട്ട് അത് വളരെ റീസണബിൾ അല്ലാത്തൊരു എൻട്രിയാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അത് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, ബട്ട് സ്റ്റിൽ അത് നമുക്കൊരു പ്രോഫിറ്റബിൾ ഇത് തരത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ അത് എൻട്രി ഹിറ്റായിട്ടുണ്ട്. ദെൻ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പോയി, ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അതാ ഇവിടെ ഓൾറെഡി അതവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസിൻ്റെ താഴെ ടാർഗറ്റ് 4.2 അതവിടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് താഴേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൂടി ബാക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അല്ലാത്തുള്ള ഒരു എൻട്രി, അല്ലാതെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള റീറ്റെയിലർ എൻട്രി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു റേഞ്ചാണ്, നമുക്ക് സെയിം ഫിബനാച്ചി ടൂൾ യൂസ് ചെയ്ത് ആ റേഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ബെറ്റ് ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ബ്രേക്ക് ഡൗൺ ആണ് നടന്നിട്ടുള്ളത് അവിടെ. ഓക്കെ, അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട് മാർക്കറ്റ്. സോ ഞാൻ ഓബ്വിയസ്ലി ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ വരെ ഫിബനാച്ചി പ്ലോട്ട് ചെയ്യുവാണ്. ദെൻ ഷോർട്ട് ചെയ്യുവാണ് മാർക്കറ്റിനെ വിത്ത് 4.49 എൻട്രി ഹിറ്റ് ചെയ്തു, അതുപോലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, അതിനെ ഞാൻ ഇവിടെ എൻട്രി വയ്ക്കുവാണ്. നമുക്ക് 4.2 ആണ് റിലേറ്റീവ്ലി നല്ലൊരു ആണ് ഇവിടെ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. 4.2 4.5 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ അത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെ അഥവാ ഇത് വിന്നാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കാരണം നല്ലൊരു ഹൈ RR ഇവിടെ കിട്ടുന്നുണ്ട് ഈ സ്ട്രാറ്റജി വെച്ചിട്ട്.
പിന്നെ മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സും ഈ ഫിബനാച്ചി യൂസ് ചെയ്യുന്നത് വളരെ ലോ RR വെച്ചിട്ടാണ്. സോ അതൊരിക്കലും പ്രോഫിറ്റബിൾ അല്ല, അതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുമില്ല. ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിക്സ്ഡ് 4.2 അല്ലെങ്കിൽ എബവ് 1:3 RRലൊക്കെ ട്രേഡ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പറയത്തക്ക പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇൻ ദ ലോങ് റൺ. ഓക്കെ, സോ എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കുറച്ച് നേരം ബാക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ളൂ ഇൻ ദ 1 hour ടൈം ഫ്രെയിം. ഇനി 10 മിനിറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ ഇത് സ്ട്രാറ്റജി എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഓവറോൾ സ്ട്രക്ചർ ഒന്നും നോക്കുന്നില്ല, അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലമാണ്. സോ ഞാൻ ഒരിക്കലും പറയുന്നില്ല 100% റിസൾട്ട് ഇതിന് കിട്ടുമെന്ന്, ബട്ട് സ്റ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എൻട്രി ഇവിടെ വെക്കുവാണ്, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുവാണ്, ദെൻ ടാർഗറ്റ് ഇതിൻ്റെ താഴെ വെക്കുവാണ്. ഓക്കെ, നൈസിന് ഒന്ന് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ സ്ട്രക്ചർ ചേഞ്ചായി. നമുക്ക് ഇവിടെ ഈ ഫിബനാച്ചി ടൂളിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എനിക്ക്. ആക്ച്വലി നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും ഇവിടെ ഏത് ലെവലാണ് ഇപ്പോൾ റിട്രേസ്മെൻറ്റ് എന്നൊക്കെ. ഇനി ഈ ഒരു ടൂൾ എടുത്ത് കളയുവാണ്. ദെൻ എൻട്രി വിത്ത് എ ടാർഗറ്റ് ഹിയർ. നെക്സ്റ്റ് എൻട്രി ആയിരുന്നു, അതിനെ ഞാൻ 2 hour ആയിട്ട് എടുക്കുവാണ്, കാരണം നമ്മൾ അങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി അതങ്ങനെ വരത്തില്ല, ബട്ട് സ്റ്റിൽ ഫോർ ദ സേക്ക് ഓഫ് ദിസ് ഞാൻ അങ്ങനെ എടുക്കുവാണ്. നെക്സ്റ്റ് എൻട്രി ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്തത്. ഓക്കെ, അവിടെ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റാണ് ഇത് ആക്ച്വലി. ഇപ്പോൾ ഞാൻ ഇവിടെയും ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ എടുത്തതേ ഉള്ളൂ. ഇത് 1:2.5 hour കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ. അത് കഴിഞ്ഞ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. സെയിം ഫിബനാച്ചി ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ റിട്രേസ്മെൻറ്റ് മാർക്ക് ചെയ്യുവാണ്. ടാർഗറ്റ് 1.618 അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ക്ലിയർ ഒരു ട്രെൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഇപ്പോൾ ഒരു റേഞ്ച് ഫോം ആയിട്ടുണ്ട് ഈ ഒരു ലെവല്. അപ്പോൾ ഞാൻ ഈ റേഞ്ച് ബ്രേക്കൗട്ട് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഇതിൽ ആഡ് ചെയ്യുമെന്ന്, ബട്ട് സ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഫിബനാച്ചി എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ആഡ് ചെയ്തത്. ഓക്കെ, ഇത് വെച്ച് ട്രേഡ് ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വരുന്നുണ്ട്, അതൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അഥവാ യൂസ്ഫുൾ ആണെങ്കിൽ ചെയ്യുക, ഞാൻ വേണ്ടെന്നൊന്നും പറയത്തില്ല. ഓക്കെ, ഹയർ ദ ടൈം ഫ്രെയിം ഹയർ ദ പ്രോബബിലിറ്റി. സ്വിംഗ് ട്രേഡ് ചെയ്താൽ കുറച്ചുകൂടി പ്രോബബിലിറ്റി ആയിരിക്കും കമ്പയർ ടു ഡേ ട്രേഡിങ്. ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ അടുത്ത സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആവുകയാണ് നമ്മൾ 10 minute ടൈം ഫ്രെയിമിൽ വിത്ത് ഫിബനാച്ചി ടൂൾ. സോ ഞാനിത് അവോയ്ഡ് ചെയ്യുന്ന കാരണം ഇതാണ്, ഡേ ട്രേഡേഴ്സിന് ഒരു പറയത്തക്ക പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളതെന്ന് തോന്നുന്നില്ല. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് ഇത് ഒരുപാട് വർക്ക് ആവുന്നുണ്ട്, എനിക്കറിയാം ഇത് പേഴ്സണലി. ബട്ട് ഫോർ ഡേ ട്രേഡേഴ്സ് ഈ ഒരു സ്ട്രാറ്റജി അൺവർത്തിയാണ്. എനിവേസ് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ നേരത്തെ 1 hourൽ കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിരുന്നു, ബട്ട് ഈ ഒരു ടൈം ഫ്രെയിമിൽ 10 minute നമുക്ക് കുറച്ചുകൂടി ലെസ് പ്രോഫിറ്റബിൾ ആണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ഹയർ ദ ടൈം ഫ്രെയിം ഹയർ ദ പ്രോബബിലിറ്റി അങ്ങനെ ഒരു ബേസിസിലാണ് വർക്ക് ആവുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഫിബനാച്ചി യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് SL ഹീറ്റ് ചെയ്ത് പോവുകയാണ്. നമുക്ക് വേറെ പറയത്തക്ക പ്രോഫിറ്റ് ഒന്നുമില്ല. ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഫ്ലോട്ടിംഗ് ലോസിലാണ് ഈ ഒരു ഫിബനാച്ചി സ്ട്രാറ്റജി. ഈ ഒരു ജേണലിൽ തന്നെ ഇത് വന്നതിൽ ഇത്ര ലോസ് വന്നതിൽ സന്തോഷമുണ്ട്, ബിക്കോസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ മനസ്സിലാവും എത്രത്തോളം അൺവർത്തി ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫിബ് എന്ന്. നെക്സ്റ്റ് എൻട്രി എടുക്കുകയാണ് 4.37. അപ്പോൾ അത് കറക്റ്റ് അവിടെ ഒരു TP ഹിറ്റ് ആയിട്ടുണ്ട്. 4.37 ആയിരുന്നു നേരത്തെ ലോസ് എല്ലാം റിക്കവർ ആയിട്ടുണ്ട്. എനിവേസ് നമുക്ക് അടുത്ത എൻട്രീസ് ഇങ്ങനെ കുറച്ച് നേരം ബാക്ക് ടെസ്റ്റ് ചെയ്ത് പോകും. ഇത് ബാക്ക് ടെസ്റ്റിംഗ് ആണ്, ബാക്ക് ടെസ്റ്റിംഗ് ഇതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. ഫിബനാച്ചി ടൂളിനെ പറ്റി പറയുമ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് എന്തായാലും വേണം. ഓക്കെ, അതുപോലെ TP ഒക്കെ വയ്ക്കുന്നത് ഔട്ട് ഓഫ് തിൻ എയർ TP ആണ്, വേറെ ഒരു സപ്ലൈ ഓർ ഡിമാൻഡ് സോൺസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫണ്ടമെൻ്റലായിട്ടൊരു ബേസിസ് ഇല്ല ഇതിന്, മനസ്സിലായില്ലേ? നെക്സ്റ്റ് അവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ബ്രേക്കിൽ ഞാൻ ഫിബ് റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്യുവാണ് സ്ട്രക്ചറിൽ. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുവാണ്, ടാർഗറ്റ് ഇവിടെ എൻട്രി ഹിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. സോ ഇനി ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നില്ല, എല്ലാം സ്റ്റോപ്പ് ലോസ് ആണ് ആക്ച്വലി.
എനിവേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും ഒരു വർക്കിംഗ് അല്ലാത്തൊരു സ്ട്രാറ്റജിയാണ് ആക്ച്വലി ഫിബ്. അതുപോലെ തന്നെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഇതിലും വിൻ റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അക്കോർഡിംഗ് ടു മൈ ഫൈൻഡിങ്സ്. സോ ഫിബനാച്ചി ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫോർ 3 പർപ്പസ്. ഒന്ന് റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ഒന്ന് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, 3 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് ഒരു സ്പെസിഫിക് ഏരിയയിൽ. പിന്നെ നമ്മൾ ABC ഫിബ് സ്ട്രാറ്റജി, എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി ഉണ്ട്. അത് ഇതുപോലെയല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത് 10x Pro നമ്മൾ ഒരു ആ വീഡിയോ റിക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ ഇതില്ലാതെ തന്നെ വരും. ഓക്കെ, എസ്പെഷ്യലി ഐ തിങ്ക് സ്ട്രാറ്റജി വീഡിയോസ് തീരുന്നതിനകം ഇത് വരും. സോ ഇത്രയുള്ളായിരുന്നു ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ. ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുന്നു, ഫിബനാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ആക്ച്വൽ മാർക്കറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ടൂളാണ്. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ അത്രയുള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ കോഴ്സ്. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഉടനെ കാണും. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ടെംപ്ലേറ്റ്സൊക്കെ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. ദെൻ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഫിബനാച്ചി ടൂൾ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, വരുന്ന ക്ലാസ്സസിൽ അതുപോലെ ലൈവ് മാർക്കറ്റിലൊക്കെ. സോ എനിവേസ് ഇത്രയുള്ളായിരുന്നു നിങ്ങളുടെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ.